ഒരിക്കലും അദ്ദേഹത്തോട് ചോദിക്കുവാനും ഇടയായി. ഇവിടെ അദ്ദേഹം പറഞ്ഞ പല ദൈവദാസന്മാരും ഇങ്ങനെ ചോദിച്ചു, പലരും ഇങ്ങനെ ചോദിക്കുവാനായിട്ടിടയായി. ആ റെഡ് വി മീഡിയ അല്ലെങ്കിൽ റെഡ്, ആ ചുവപ്പ് എന്നതായിരിക്കുന്ന പദം എങ്ങനെയാണ് താങ്കളെ സ്വാധീനിക്കുവാനായിട്ട് ഇടയായി തീർന്നത്? റെഡ് വി മീഡിയ എന്നതായിരിക്കുന്ന യൂട്യൂബ് ചാനൽ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് വളരെ അനുഗ്രഹപരമായ നിലവാരത്തിൽ കർത്താവിൻ്റെ വചനത്തെയും സാക്ഷ്യത്തെയും ഈ ലോകത്തോട് അറിയിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്നൊരു പ്രസ്ഥാനമായിട്ട് ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ദൈവം ഈ ചാനലിനെ വളർത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതിൻ്റെതായിരിക്കുന്ന നന്ദിയാൽ ഉള്ളൊരു സ്തോത്രാരാധനയായിട്ടും അതുപോലെ ഒരു ഏകദിന നേർച്ച കൺവെൻഷനായിട്ടുമാണ് നമുക്കൊരുമിച്ച് കൂടി വരുവാനായിട്ട് ഈ നല്ല അവസരം കർത്താവ് ഒരുക്കി തന്നത് എന്നതിനെ ഓർത്ത് കർത്താവിൽ സന്തോഷിക്കുന്നു. പ്രിയ അജി ബ്രദറും കുടുംബവും കുഞ്ഞുങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷം വിവിധ മാധ്യമങ്ങളിലൂടെ വിവിധ തലങ്ങളിലൂടെ ലോകത്തോട് അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതലായി സുവിശേഷത്തിൻ്റെതായിരിക്കുന്ന വ്യാപനത്തിനായിട്ട് ഇന്നുണ്ടായിരിക്കുന്ന സകല മാധ്യമങ്ങളെയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കുകയാണ്. കഴിഞ്ഞ ഒരു കാലഘട്ടങ്ങളിൽ ട്രാക്റ്റുകളിലൂടെയോ സുവിശേഷ പ്രതികളിലൂടെയോ അതുപോലെ വേദപുസ്തകം ബൈബിളിലൂടെയോ ഒക്കെയാണ് ദേശത്തോട് സുവിശേഷത്തെ അറിയിപ്പാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ മീഡിയാസിൻ്റെതായിരിക്കുന്ന ആഗമനങ്ങളോടുകൂടെ വ്യത്യസ്തമായിരിക്കുന്ന നിലവാരത്തിൽ സുവിശേഷം ലോകത്തോട് അറിയിക്കുവാനായിട്ട് ദൈവസഭയും കർത്താവിൽ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ഓരോ ദൈവമക്കളും അതിൻ്റെ പ്രതിജ്ഞാബദ്ധരായി തീർന്നിരിക്കുകയാൽ ഇന്ന് ആഡിയോയിലൂടെയും മീഡിയയിലൂടെയും യൂട്യൂബുകളിലൂടെയും ഫേസ്ബുക്കുകളിലൂടെയും വാട്സപ്പിലൂടെയും മറ്റ് ടെലഗ്രാമിലൂടെ ഇങ്ങനെ വിവിധ നിലവാരത്തിൽ ഇന്ന് സുവിശേഷത്തിൻ്റെതായിരിക്കുന്ന പ്രഗമനം ദേശത്ത് സകല സൃഷ്ടികളോടും അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ അന്ത്യകൽപ്പന തന്നെ നിങ്ങൾ ഭൂലോകത്തിലുള്ള സകല സൃഷ്ടികളോടും ദൈവത്തിൻ്റെതായിരിക്കുന്ന വചനം അറിയിക്കണമെന്നുള്ളതായിരിക്കുന്ന ആ ദൈവിക കൽപ്പനകളെ ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ റെഡ് വി മീഡിയ എന്നതായിരിക്കുന്ന ഈ യൂട്യൂബ് ചാനലുകളിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലുമായിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ കൈവശമിരിക്കുന്ന മൊബൈലിലൂടെ തന്നെ ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുവാനും ദൈവവചനങ്ങളെ അറിയുവാനും ഒക്കെയുള്ള നല്ല സംവിധാനം ഒരുക്കപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രസ്ഥാനമാക്കി കർത്താവിനെ ഉയർത്തിയിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിനായി നമ്മൾ നോക്കുമ്പോൾ 7000-ൽ പരം ആൾക്കാർ ഇതിൻ്റെതായിരിക്കുന്ന ചാനലിൻ്റെ സബ്സ്ക്രൈബറായിട്ടും 10,000-ൽ പരം ആൾക്കാർ അതിൻ്റെ വ്യൂവേഴ്സായിട്ടും ഒക്കെ ഇതിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ഈ എല്ലാ ഫോണുകളിലേക്കും അതാത് സമയം അതിൻ്റെ നോട്ടിഫിക്കേഷൻ നൽകിക്കൊണ്ട് കർത്താവിൻ്റെതായിരിക്കുന്ന സാക്ഷ്യത്തെയും വചനത്തെയും ജീവിക്കുന്നതായിരിക്കുന്ന അനുഭവങ്ങളെ ശക്തമായി പറഞ്ഞ് അനേകരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാനും അനേകരെ ക്രിസ്തുവിൽ നേടുവാനും അനേകരിൽ ദൈവവചനം എത്തിക്കുവാനുമായിട്ട് ഈ മീഡിയയിലൂടെ കഴിഞ്ഞ നാളുകളിൽ പ്രിയ സഹോദരനെ കുടുംബത്തെയും ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ വേണ്ടിയാണ് നാം ഒക്കെ ഇവിടെ കടന്നു വരുവാനായിട്ടിടയായിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പേഴ്സണൽ ഇവാഞ്ചലിസം, അതുപോലെ മാസ് ഇവാഞ്ചലിസം, അതുപോലെ ഗ്രൂപ്പ് ഇവാഞ്ചലിസം ഒക്കെ കൂടെ അല്ലെങ്കിൽ കൺവെൻഷൻ പ്രോഗ്രാം, ഓപ്പൺ എയർ മീറ്റിങ്ങുകൾ, ഇങ്ങനെ വിവിധമായ നിലയിലുള്ള സുവിശേഷീകരണത്തിന് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ ഏത് സമയത്തിലും
അവരുടേതായിരിക്കുന്ന മൊബൈലിനകത്തേക്ക് ദൈവവചനം എത്തിക്കുക എന്നുള്ളതായ വളരെ ഗൗരവമേറിയ, വളരെ പ്രതിജ്ഞാബദ്ധമായിരിക്കുന്ന ഒരു തീരുമാനമാണ് പ്രിയ അജി എന്നതായ സഹോദരൻ എടുത്തുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ രാപ്പകൽ അഹോരാത്രമായിട്ട് താൻ അധ്വാനിക്കുവാനായിട്ട് ഇടയായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനും ഇതിൽ പ്രവർത്തിക്കുവാനും ഈ സുവിശേഷിക ആ സ്പ്രെഡിങ്ങിന് വേണ്ടി അതിൻ്റെതായിരിക്കുന്ന എക്സ്പാൻഷന് വേണ്ടി വളരെയധികമായിട്ട് നമ്മൾ ഉത്സാഹിക്കുവാനുമായിട്ട് ഒരു വലിയ കടപ്പാട് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്നത് കാണുവാനായി സാധിക്കുകയാണ്. പ്രത്യേകിച്ച് വേദപുസ്തകത്തെ ആധികാരികമായി ശ്രദ്ധിക്കുമ്പോൾ ഈ റെഡ് ബി മീഡിയ എന്നത് വേദപുസ്തകത്തിനകത്തതിന് വളരെ പ്രാധാന്യത നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ ഈ വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ റെഡ്, ചുവപ്പ് എന്നതായിരിക്കുന്ന ആ പേര് പ്രിയ സഹോദരൻ എങ്ങനെ ലഭിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും അദ്ദേഹത്തോട് ചോദിക്കുവാനും ഇടയായി. ഇവിടെ അദ്ദേഹം പറഞ്ഞ പല ദൈവദാസന്മാരും ഇങ്ങനെ ചോദിച്ചു, പലരും ഇങ്ങനെ ചോദിക്കുവാനായിട്ടിടയായി. ആ റെഡ് ബി മീഡിയ അല്ലെങ്കിൽ റെഡ്, ചുവപ്പ് എന്നതായിരിക്കുന്ന പദം എങ്ങനെയാണ് താങ്കളെ സ്വാധീനിക്കുവാനായിട്ട് ഇടയായി തീർന്നത്? വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നിരവധി വാക്യങ്ങൾ നമുക്കിതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 13-ാമത്തേതായിരിക്കുന്ന തിരുവചനം പഠിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് നിഴലായി വരുന്ന പഴയ നിയമത്തിലെ ഒരാട്ടിൻകുട്ടിയുടെ രക്തം അവിടെ കട്ടളക്കാൽ മേലും മേലത്തെ കുറുമ്പടി മേലും അടയാളം പുരട്ടി പഴയ നിയമ ഇസ്രായേൽ ഒരു ഉത്സവം, പസക, പാസ്ഓവർ അവർ ആചരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുകയാണ്. അവിടെ ആ രക്തം ചുവപ്പാണ്. ആ ചുവപ്പ് വേദപുസ്തകത്തിൽ രക്തത്താലുള്ളതായിരിക്കുന്ന വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് വേദപുസ്തകം പഠിക്കുന്ന എല്ലാ പഠിതാക്കൾക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന വിഷയമാണ്. ആ നിലവാരത്തിൽ ആ രക്തത്തിൻ്റെതായിരിക്കുന്ന അടയാളമുള്ളതായിരിക്കുന്ന ഭവനത്തിലൊന്നും സംഹാരക ശക്തികൾക്ക് അതിനകത്ത് പ്രവേശനമില്ലാതെ ദൈവം ആ ഭവനത്തെ പരിപാലിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ രക്തത്തിൻ്റെ കളർ, ആ ചുവപ്പ് ഏത് കട്ടളക്കാലിന്മേൽ ആ നെടിയ രണ്ട് പടിമേലും മേലത്തെ കുറുമ്പടിമേലും അടയാളം വയ്ക്കപ്പെട്ടിരുന്നുവോ ആ ഭവനത്തിൽ നിന്ന് സംഹാരക ശക്തികൾ ഓടി മറയുവാനായിട്ടിടയായി. അങ്ങനെയാണെങ്കിൽ ആ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ആ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളെയും കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. 1 പത്രോസ് 1:18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, യേശു ക്രിസ്തുവിന്റെ നിർമ്മലമായ പുണ്യാകാരമായ രക്തത്താൽ ദൈവം നിങ്ങളെ വിലയ്ക്ക് വാങ്ങുവാനായിട്ടിടയായിരിക്കുകയാണ്. ആ രക്തത്തിൻ്റെതായിരിക്കുന്ന ശക്തി, ആ രക്തത്തിൻ്റെതായിരിക്കുന്ന കളർ ഈ മീഡിയക്കകത്തുകൂടെ വ്യാപരിച്ച അനേക വ്യക്തികള് ഇതിനകത്തുകൂടെ പുറപ്പെടുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളെ ആഴമായി ഹൃദയത്തിൽ ഏറ്റെടുത്ത് അനേകർ ക്രിസ്തുവിനായി ഏൽപ്പിക്കപ്പെടുന്നതായിരിക്കുന്ന ഒരു മാധ്യമമായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം മീഡിയയെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമ്മൾ ഒരുമിച്ച് ദൈവത്തെ പ്രാർത്ഥിപ്പാൻ കടംപെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ 2-ാം അധ്യായം 17-ാമത്തേതായിരിക്കുന്ന വാക്യത്തിൽ ഇസ്രായേലിൽ നിന്ന് 2 വ്യക്തികളെ ആ യെരിഹോ പട്ടണത്തെ ഒറ്റുനോക്കുവാനായിട്ട് യോശുവ പറഞ്ഞയക്കുവാനായിട്ടിടയാകും. ആ പട്ടണത്തിലെല്ലാം അവർ ചുറ്റി നടന്നിട്ട് ആ പട്ടണത്തിൽ നിന്ന് അവർ മടങ്ങി വരുന്നതിന് മുൻപ് അവരെ പിടിക്കുവാൻ, അവരെ കൊന്നുകളയുവാൻ ആ പട്ടണത്തിലുള്ളതായിരിക്കുന്ന വ്യക്തികൾ അവരെ വളയുമ്പോൾ അവിടെ ഒരു സഹോദരി ആ 2 പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്ന ഒരു ചരിത്രം
2-ാം അധ്യായത്തിൽ വായിക്കുകയാണ്. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സഹോദരി ഇവരെ ഒരു കിളിവാതിലിലൂടെ അവരെ ഇറക്കി വിടുന്നതായി വായിക്കുന്നു. ആ സഹോദരിയോട് ആ ദൈവദാസന്മാരിങ്ങനെ പറയുന്നു, ഈ പട്ടണത്തെ ഞങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ നീയും നിന്റെ പിതൃഭവനത്തുള്ളവരും നശിച്ചു പോകാതിരിപ്പാൻ ഈ ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നിങ്ങൾ വസിപ്പീൻ. ഈ ഭവനത്തിനൊരു അടയാളമുണ്ടായിരിക്കണം. അവിടെ വായിക്കുന്നത് ഈ ചുവന്ന ചരട് ഈ ഭവനത്തിനൊരു അടയാളമായിരിക്കും. ആ രക്തത്തിൻ്റെ കളർ ഉള്ളതായിരിക്കുന്ന ആ റെഡ് എന്നതായിരിക്കുന്ന ചരടവിടെ നിലയ്ക്ക് തൂങ്ങപ്പെട്ടപ്പോൾ വചനം പറയുന്നു, ആ പട്ടണത്തിലെ സകല ഭവനങ്ങളും ഇടിക്കപ്പെട്ടപ്പോൾ ആ ഭവനം രക്ഷപ്പെടുവാനായിട്ടിടയായി. വിശ്വാസത്താൽ രാഘാബ് എന്ന വേശ്യ ഒറ്റുകാര സമാധാനത്തോടെ കൈക്കൊണ്ടതിനാൽ അവൾ അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ വായിപ്പാൻ സാധിക്കുകയാണ്. തീർച്ചയായിട്ടും ആ രക്തത്തിൻ്റെ മറവിൽ രക്ഷപ്പെട്ടതായിരിക്കുന്ന, രക്ഷിക്കപ്പെടുവാൻ കർത്താവ് ഒരുക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹമായിരിക്കുന്ന ഒന്നാണ് കാൽവരിയുടെ ക്രോസിൽ മാനവകുല പാപ പരിഹാരത്തിനായി ഇരു കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ അടിക്കപ്പെട്ട് അവസാനത്തുള്ള രക്തം വരായി ഈ ഭൂമണ്ഡലത്തിൽ ഒഴുക്കി തന്ന നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷയും സൗജന്യമായി ആ വീണ്ടെടുപ്പും നമുക്ക് അനുഭവിപ്പാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. ആ രക്ഷ അനുഭവിക്കുവാൻ ഇതുവരെ ആർക്കെങ്കിലും കഴിയാതെ ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുകയാണെങ്കിൽ ഈ സന്ധ്യയുടെ യാമത്തില് ഒരു ഏകദിന നേർച്ച കൺവെൻഷനായിട്ട് റെഡ് വി മീഡിയയുടെ ആഭിമുഖ്യത്തിൽ ക്രമീകരിക്കപ്പെട്ട ഈ ആരാധനയിൽ തുടർന്നുള്ള ദൈവവചനങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഗാനശകലങ്ങളിലൂടെ നമ്മുടെ ജീവിതം കർത്താവിനായി ഏൽപ്പിക്കപ്പെടുവാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ആരാധന ഈ ദേശത്തിനും പട്ടണത്തിനും ഒരു അനുഗ്രഹമായി തീരുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. ഇതത്ര ദൈവികമായ പദ്ധതിയുടെ ആരാധന എന്ന് നമുക്ക് ഓർക്കാം. കഴിഞ്ഞ പകൽക്കാലം വരെ, കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ തോരാത്തതായിരിക്കുന്ന മഴയായിരുന്നു. എന്നീ അനുഗ്രഹീതമായിരിക്കുന്ന ആരാധനയ്ക്ക് ഇത്രയും സൗകര്യവും സാഹചര്യവും ഒരുക്കി തന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ ഒരു വിലപ്പെട്ട പദ്ധതിയാണ് എന്നത് ഇന്ന് പകൽക്കാലം ഇവിടെ രാത്രികാലം വെളിപ്പെടുവാനായിട്ടിടയായി, അത് പരസ്യമായി ഇവിടെ സാക്ഷീകരിക്കുവാനായിട്ടിടയായിരിക്കുകയാണ്. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവമുണ്ട്. ഈ യൂട്യൂബ് ചാനലിലെ അതിൻ്റെ ഫേസ്ബുക്ക് ചാനൽ നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ അവിടെ കാണുന്നത് എൻ്റെ യേശു ജീവിക്കുന്നു എന്ന ടൈറ്റിലാണ് കാണുവാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും യേശു ജീവിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ പ്രകൃതിയെ കർത്താവ് ശാന്തമാക്കിയത്. ജീവിതത്തിനകത്ത് വിവിധ വിഷയങ്ങളുടെ നടുവിൽ ശാന്തത അനുഭവിക്കുവാൻ കഴിയാതെ നീറിപ്പുകയുന്ന വിഷയവുമായിട്ട് ആരെങ്കിലും ഇവിടെ ആയിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ആരാധന നിങ്ങളുടെ ജീവിതത്തെ മാറ്റിക്കുറയ്പ്പാൻ, ഈ ആരാധന നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അതിനായിട്ട് ഈ മീഡിയ ഇത് ഉപയോഗിക്കട്ടെ. റെഡ് വി മീഡിയ എന്നതായിരിക്കുന്ന യൂട്യൂബ് ചാനൽ കർത്താവിന്റെ വരവോളം നിലനിൽക്കുവാൻ ലക്ഷോപലക്ഷങ്ങൾ ഇതിലൂടെ ദൈവവചനം കേട്ട് കർത്താവിന്റെ സാക്ഷികളായി മാറുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന പ്രിയാൻഷി ബ്രദറിന്റെ കുടുംബത്തായി ദൈവം അതിനുള്ള എല്ലാ സാമ്പത്തിക മുഖാന്തരങ്ങളും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കർത്താവ് ഒരുക്കി തന്നെയും തൻ്റെ കുടുംബത്തായി സുവിശേഷിക പ്രവർത്തനത്തിന്റെ നട്ടെല്ലായി പട്ടണത്തിന്റെ നടുവിൽ ഈ മാധ്യമത്തിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് തന്നെ ഉയർത്തട്ടെ, വളർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെ പ്രൈസ് ദി ലോർഡ് ഓപ്പൺ ചെയ്യുവാൻ പോകുന്നു. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് പ്രൈസ് ദി ലോർഡ് ഇതിനെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുക. നമ്മുടെ കരം സ്വർഗത്തിലേക്ക് ഉയർത്താം. ദൈവം എത്രത്തോളം അനുഗ്രഹിച്ച ദൈവം 2 ആണ്ടുകൾ ഈ ശുശ്രൂഷയെ കർത്താവ് ഇത്രത്തോളം മാനിപ്പാനിടയായി 10,000-കണക്കിന് ആൾക്കാർ ദൈവവചനം കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മീഡിയയാക്കി ദൈവം ഉയർത്തുവാനായിട്ടിടയായി. കർത്താവിന്റെ വരവ് താമസിച്ചാൽ കോടാനുകോടികൾ ഇതിലൂടെ ദൈവവചനം കേൾക്കേണ്ടതിനായി
ദൈവവചനത്തിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കേണ്ടതിനായി ആമേ സ്വർഗം ശക്തീകരിക്കേണ്ടതിനായി ഒരുമിച്ച് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ സ്വർഗീയ പിതാവേ, വളരെ മനോഹരമേറിയ നല്ല വേളയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ 2 ആണ്ടുകളായി റെഡ് വേ മീഡിയ എന്നതായിരിക്കുന്ന ഈ അനുഗ്രഹീതമായിരിക്കുന്ന പ്രസ്ഥാനത്തിലൂടെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ദൈവവചനത്തെ കേൾക്കുവാനും ദൈവവചനത്തിന്റെ സാക്ഷ്യങ്ങളെ അനുഭവിക്കുവാനും കർത്താവ് കൃപ നൽകുവാനായിട്ടിടയായി. ഇതുവരെയും ഇതിന്റെ സബ്സ്ക്രൈബറായി തീരാതെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആമൻ അതിൽ കർത്താവ് പങ്കാളികളായി തീർന്നുകൊണ്ട് കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ കൃപയാൽ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. റെഡ് വേ മീഡിയ എന്നതായിരിക്കുന്ന അനുഗ്രഹമായ യൂട്യൂബ് ചാനലിന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അതിന്റെ ഏകദിന നേർച്ച കൺവെൻഷന് ആമേൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം അവിടെ പ്രാണന് വേണ്ടി ചെയ്ത, ദൈവയുടെ ആയുസിന് വേണ്ടി ചെയ്ത ഒരു വിടുതലിൻ്റെ സാക്ഷ്യം. പ്രിയമകൻ പറഞ്ഞതുപോലെ തൻ്റെ മാതാവ് 15 വർഷത്തോളം അടുപ്പിച്ചാകുമെന്ന് എനിക്ക് അവരുമായിട്ട് അഭേദ്യ ബന്ധമുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ ഇതേവരെ നടത്തി. പ്രിയ മാതാവ് മുമ്പിലോട്ട് കടന്നവരുടെ കണ്ണുനീരും അവരുടെ പ്രാർത്ഥനയും കുടുംബം തകർന്നു പോകാതെ ഇന്ന് വരെ നിലനിൽക്കുവാൻ ദൈവം സഹായിച്ചെങ്കിൽ എല്ലാ ദൈവമക്കളും എല്ലാ ദൈവദാസം ഒരു നിമിഷം പ്രിയ അജി ബ്രദറിന് വേണ്ടി കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഒരു നിമിഷം നിങ്ങളുടെ കൈകളെ നീട്ടാം മുമ്പിലോട്ട്. പ്രിയമക്കൾ മുമ്പിലോട്ട് വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങോട്ട് കയറാം. എല്ലാവരും സ്തോത്രം ചെയ്തേ. കുടുംബത്തെ ദൈവം ഇത്രത്തോളം നടത്തി പരിപാലിച്ചെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നോർക്ക് എല്ലാവരും കരം നീട്ടി ആത്മാർത്ഥം എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവം ഇന്നുവരെ നിർത്തിയെങ്കിൽ ഇനി അവരെ അത്ഭുത സാക്ഷിയാക്കി നിർത്തുവാൻ ദൈവത്തിൻ്റെ കൃപയുടെ മറയ്ക്കും. എല്ലാവരും സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ദൈവപ്രവർത്തനം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജസ്റ്റിൻ കുമാർ പാസ് ചുരുക്കത്തിൽ പ്രാർത്ഥിക്കും. കർത്താവേ, കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വാത്സല്യ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച കർത്താവെ പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാവിനെ അങ്ങയുടെ കരത്തിലേൽപ്പിക്കുന്നു. കർത്താവ് ഇത്രത്തോളം അവരെ അനുഗ്രഹിച്ചു. വന്നതായിരിക്കുന്ന കൊറോണ എന്ന മഹാവ്യാധിയിൽ നിന്ന് ദൈവമാതാവിനെ രക്ഷിപ്പാനായിട്ടിടയായി തീർന്നു. അവരുടെ മകൻ കർത്താവെ പ്രിയാശിബ്രതനെ കർത്താവെ കുടുംബത്തെ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാരകമായിരിക്കുന്ന രോഗത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ കരവും കൃപയും അവരോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവെ മരണപാശുവങ്ങളെ അടിച്ച് പാതാള വേദനകളെ തകർത്ത് ദൈവമേ പട്ടണത്തിൽ അവരെ പിന്നെ ജീവനോടെ പരിപാലിച്ച് അങ്ങയുടേതായിരിക്കുന്ന ഒരു മകണ്ട സാക്ഷിയായി നിൽപ്പാൻ ഈ കുടുംബത്തെ സ്വർഗം അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെല്ലാ ദൈവജനതകൾ ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബത്തെ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹമായൊരു സുവിശേഷ കുടുംബമായി ആമേൻ കർത്താവിൻ്റെ സാക്ഷ്യവും വചനവും ഉയർത്തുവാൻ ആമേൻ ശക്തമായി പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹ നന്മകളാൽ ദൈവം നിറയ്ക്കുമാറാകണമേ. അവൻ ഈ യോഗത്തെ ഇത്രത്തോളം കണ്ടക്ട് ചെയ്യുവാൻ ഈ കുടുംബത്തെ സ്വർഗം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വരവോളം കർത്താവെ ശക്തമായി പട്ടണത്തിന് വിടുതല കൊള്ളുവാൻ കർത്താവ് അനേക രാജ്യങ്ങൾ അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ പിന്നെയും അവരെ അധികാരപ്പെടുത്തേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ദൈവസഭയായി ഇവിടെ കൂടിയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമായിരിക്കാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ.